ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോണു, കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടാ. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ മഴ കുറഞ്ഞു കേട്ടാ. ഇന്നിപ്പോ വലിയ കാര്യത്തിൽ മഴ ഇവിടെ ഇന്ന് പെയ്തിട്ടില്ല. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ? മഴ നിന്നാ? വെള്ളമൊക്കെ കയറിയ വല്ലവരുടെ വീട്ടിലാ? അതാദ്യം ചോദിക്കട്ടെ, അത് മറന്നുപോയി. വെള്ളം കയറിയ വല്ലവരുടെ വീട്ടുകളിൽ നിന്ന് മാറേണ്ട അവസ്ഥ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? നമ്മുടെ വീടിന്റെ ഇവിടെ വരെ വെള്ളം വന്നിട്ടുണ്ടായി. റോട്ടിൽ പെയ്ത്ത് വെള്ളം നിന്ന് ഇങ്ങനെ കെട്ടിക്കിടന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വറ്റിപ്പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ 2018 വെള്ളപ്പൊക്കത്തിലും കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞേക്കണം. ഞാൻ ഇവിടെ ഉണ്ടായില്ലല്ലോ, കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ സമയത്ത്. അപ്പൊ ആ സമയത്തൊന്നും ഇവിടെ വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ വീട് കുറച്ചുകൂടി പൊക്കപ്രദേശമാണ്. അത് നമ്മുടെ വീട് കുറച്ചുകൂടി പൊങ്ങി നിൽക്കണേ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറില്ല എന്ന് ഞാൻ വിചാരിക്കണത്. എന്നാലും നമ്മൾ റിസ്ക് ഒന്നും എടുക്കില്ല. വെള്ളം കയറി തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും മാറും കേട്ടോ. പക്ഷെ ഇവിടേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും സേഫ് അല്ലേ? ഇവിടെ വലിയ കാര്യത്തിൽ മഴ പെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് ചെറിയ രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുള്ളൂ. ഇന്നലെ നമ്മുടെ ആദംകുട്ടന് എൻ്റെ ഈ മുഖത്ത് ഒരു സാധനം ഇല്ല, ഇത് ഇവിടെ ഒരു ബ്ലാക്ക് മാർക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ഒരു സാധനം ഇവിടെ, ഇത് എൻ്റെ മുൻപ് എൻ്റെ മുഖത്തുണ്ടായില്ല കേട്ടാ. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇത് ചെറുതായിട്ട് വന്നോളൂ. ഇത് വലുതാവണുണ്ടോ എന്ന് എനിക്ക് സംശയമില്ലായിരിക്കില്ല. ഞാൻ ഇന്ന് കല്യാണത്തിന്റെ ഇടയ്ക്ക് ഇത് കളയണമെന്ന് പറഞ്ഞപ്പോ ആ ചേച്ചിമാര് പറഞ്ഞത് കളയണ്ട, അത് ഭംഗിയുണ്ട് അങ്ങനെ പറഞ്ഞത് കളഞ്ഞില്ല കേട്ടാ. ഇന്നലെ ഒരുത്തൻ മറ്റേ കത്തി എടുത്തുകൊണ്ടിരുന്നേ ഇത് മുറിച്ച് കളയാൻ വേണ്ടി. ചിരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ കത്തി കൊണ്ടൊന്നും കുത്താൻ പാടില്ല. അതേപോലെ ഇനിയിപ്പോ പാനില്ലേ, പാനയുടെ തുമ്പെടുത്തിട്ട് ഇത് കുത്തി. അമ്മ ഞാനിത് പൊളിച്ച് കളഞ്ഞു തരാതെ ഇത് കുത്തിയെടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇതുമ്മയായിരുന്നു കേട്ടോ ഒരുത്തിന്റെ പണി. ഇത് പൊട്ടണം അമ്മ, പൊട്ടൊട്ടിച്ച് വെച്ചേക്കണ്ടോ? ഞാൻ പറഞ്ഞത് പൊട്ടല്ലാണ്, അത് തുമ്മ മുഖത്തുള്ളതാണ്. അത് പറഞ്ഞിട്ട് അവന് മനസ്സിലാവണുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇത് ഇന്നലെ പറിക്കാനുള്ള കുറെ തന്ത്രപ്പാട് അവൻ എടുത്തു. പക്ഷെ പറഞ്ഞു കിട്ടിയില്ല. ഇത് കിട്ടണില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവൻ തന്നെ പോയിട്ടാ. ഏട്ടനെ അനിയനെ ഒരു ഇഞ്ച് സമയം കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലെ നടക്കാൻ പോയി. ഞാൻ ആദംകുട്ടനെ കൂടി നടക്കാൻ പോയി. അബ്രുവിനെ കൊണ്ടായില്ല, വേറെ ഒന്നല്ല, മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അബ്രുവിനെ ഞാനിവിടെ നിർത്തിയിട്ട് ആദത്തിനെയും കൊണ്ട് ഞാൻ നടക്കാൻ പോയിട്ടാ. അവിടെ എത്തിയപ്പോ തുടങ്ങിയവൻ പറഞ്ഞോണ്ടിരിക്കുന്ന അമ്മയെ അബ്രു കരയുന്നുണ്ടാവും, അമ്മയെ അബ്രു കരയുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ അബ്രു കരയുണ്ടാവില്ലടാ, കരയുണ്ടാവും. ഇല്ല അമ്മ, അബ്രു കരയുന്നുണ്ടാവും. അതുപോലെ തന്നെ അബ്രു കരയാ. ഇപ്പൊ അവനെന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് തട്ടിപ്പറിച്ചിട്ട് ഞാൻ കരയണെങ്കിൽ വേഗം സാധനം കൊണ്ടുകൊടുക്കൂട്ടാ. പിന്നെ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് ഇപ്പൊ അബ്രു എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോ ചീത്ത പറയുമ്പോഴേക്കും അബ്രു കരയുമ്പോ ഒരു കള്ളക്കരച്ചിലുണ്ട്. ഇവന്മാർക്കൊരു കള്ളക്കരച്ചിലുണ്ടല്ലോ. ആ കള്ളക്കരച്ചിൽ കരയുമ്പോഴേക്കും ചേട്ടൻ ഓടിച്ചു അബ്രു കയ്യന്റെ ഉമ്മയൊക്കെ കൊടുക്കല്. ഭയങ്കര സ്നേഹമുണ്ട്. ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ്, ചില സമയത്ത് കൂട്ടത്തല്ലാണ്. അബ്രുത്തിനും ചേട്ടനും ഇല്ലാണ്ട് പറ്റില്ല കേട്ടാ. ചേട്ടനില്ലെങ്കിൽ അവൻ വലിയ കളിയൊന്നും കളിക്കില്ല. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ചിലപ്പോ കളിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മടിയിൽ കയറിയിരിക്കും. ആൾക്കും വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇവൻ ജനലയുടെ അവിടെ പോയി നോക്കും മഞ്ഞുണ്ടോ. നമ്മൾ പോണത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ജനലയുടെ അവിടെയും വാതിലിന്റെ അവിടേക്ക് ഒന്ന് പരിധി നോക്കും നമ്മളിവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ചേട്ടനെ ചീത്ത പറയണ കണ്ടു കഴിഞ്ഞാൽ അനിയൻ വന്ന് നമ്മളെ മെരട്ടും. ആദത്തിനെ ചീത്ത പറയാനാണിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് മെരട്ടും. അവനെ അടിക്കണുണ്ടാലോ നമ്മളെ തിരിച്ചു വന്നിട്ട് അടിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും ഇവരെ ചീത്ത പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമ്മളെ ആക്രമിക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും സ്നേഹം തല്ലുകൂട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. രസമാണ് ഈ സമയം. അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ണ് വെച്ചുകൊണ്ടിരിക്കണം. കണ്ണ് വെച്ച് നോക്കിയിരുന്നില്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ വച്ച് വരുത്തും എന്നുള്ളത് സത്യമാണ്. ഞാൻ നോക്കിയപ്പോ ഇന്നലെ അടുക്കളയിൽ നിന്ന് ട്രേ ഇല്ലേ, നമ്മുടെ ചായക്ക് എടുക്കുന്ന ട്രേ, അത് എടുത്തുകൊണ്ട് പോയിട്ട് മഴ പെയ്യ. ഞാൻ നോക്കിയപ്പോ മഴയത്ത് പിടിച്ചോണ്ട് ട്രേയിൽ വെള്ളം പിടിച്ച്. ഞാൻ പറഞ്ഞ അമ്മാവൻ കണ്ടതിനിപ്പോ ഓടിപ്പിക്കും, നീ വേഗം ഓടിക്കൊണ്ട് വെച്ചോടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് വേഗം കൊണ്ടുവച്ചോടാ. ചെറിയ പേടിയുണ്ട്. എൻ്റെ ഇടയ്ക്ക് അടി കിട്ടുള്ളൂ. ആ അടി കിട്ടുന്നവന് നല്ല പേടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അടി കിട്ടി കഴിഞ്ഞു അത്ര ഉണ്ടാവുള്ളൂ. ഞാൻ ഇടയ്ക്ക് അടിക്കാറുള്ളൂ. ബാക്കി സമയത്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കാറ്. ഞാനെങ്കിൽ വീട്ടിൽ അപ്പച്ചനില്ല. രാവിലെ എന്റെ പാടെ തന്നെ ഒരുത്തൻ കട്ടൻ പൊക്കിയിട്ട് നോക്കായിരുന്നു അപ്പാപ്പന്റെ വണ്ടി ഉണ്ടോന്ന്. അപ്പൊ ഞാൻ എനിക്ക് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പാപ്പനൊന്നും ഇല്ല, ഇനി ചന്തക്ക് പോയിട്ടുണ്ട്, അപ്പൊ കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോന്നെ. അപ്പൊ കൊച്ചിന് വണ്ടി നോക്കി കഴിഞ്ഞപ്പോ അപ്പാപ്പ ഇല്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്ത് അപ്പാപ്പനും മക്കളും കൂടി, അമ്മാമ്മയും മക്കളും കൂടി കളിക്കുന്നുണ്ട്. ഞാനത് പാല് കാച്ചാൻ വേണ്ടിട്ട് എടുത്തതാ. ഇന്നലെ പാല് വന്നപ്പോ കുറെ നേരം വൈകിണ്ടായിരുന്നു. ഇന്നിപ്പോ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ചുരുളം കഴിഞ്ഞുപ്പേരി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നൂലപ്പച്ച ഉണ്ടാവും. നൂലപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ആ സാധനം ഇവിടെ ഇല്ല.
ഞാൻ ഇന്നലെ വെച്ച് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ല മിഞ്ഞാന്ന്. അപ്പൊ മിഞ്ഞാന്ന് ഞാൻ ദോശ ഉണ്ടാക്കി. ഇന്നലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലി അവൻ തൊട്ട് നോക്കിയില്ലേ. ദോശ തിന്നതിന്റെ പിറ്റേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിന്നണ്ടേ. അവൻ ആരോ പോകണമെന്നുള്ളതാ. എന്നിട്ട് ആ ഇഡ്ഡലി ഞാൻ തന്നെ തിന്നേണ്ടി വന്നിട്ട് ഞാൻ ചോറിന്റെ സൈഡിൽ ഓരോരോ ഇഡ്ഡലികൾ വെച്ച് പയ്യെ പയ്യെ കറികൾ കൂട്ടി തിന്നായിരുന്നു. അപ്പൊ ഇന്നെന്തെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കണില്ലേ. ദോശമാവ് അമിച്ച് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് കാര്യമില്ല, അവൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവൻ തിന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകണം. തിന്നണ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. നൂലപ്പത്തിന്റെ അച്ഛൻ അമിച്ച് ഇവിടെ എവിടെയാ? ഏത് ഇവിടുത്തെ നമ്മുടെ പഞ്ചിപ്പൊടി മുളക് പൊടിയൊക്കെ മാവ് ഫ്രിഡ്ജിക്ക് വെച്ച് മാവ് ഉണ്ടാക്കി കൊടുത്താവും തിന്നോ? ഇവിടെ ഇരിക്കണുണ്ടെന്ന്. നൂലപ്പം ഉണ്ടാക്കി നോക്കാം വിചാരിച്ചു. കാരണം ചിലപ്പോൾ ആദംകൂട്ടൻ ഇത് കഴിക്കും. ന്യൂഡിൽസ് അല്ലെങ്കിൽ പാമ്പാണ് എന്നൊക്കെ പറഞ്ഞ് തിന്നാലോ എങ്ങാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ അവസ്ഥയാവോ. ഇതേ പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളം നനയ്ക്കണം. ഉപ്പിട്ട് ചൂടുവെള്ളം എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പൊടി നനച്ച് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. വെള്ളം കൂടിയൊന്നൊരു സംശയം ഉണ്ടില്ല, അതെനിക്ക് തോന്നണം. ഇതേ പൊടി നനച്ച് ഞാൻ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നൂലപ്പത്തിലേക്ക് ഇടാം. അച്ചിലേക്ക് ഇട്ടിട്ട് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. നൂലപ്പത്തിൻ്റെ ഇതൊക്കെ സെറ്റായിട്ടാ. ഒക്കെ കൂടി ഒരു മിക്സായ പോലെയായി. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു തട്ട് ഉണ്ടാക്കിയുള്ളൂ. ഒരു തട്ടിൽ ഇതേ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. നീ ആരാ റോട്ടി കൂടെ പോണവരെ വിളിക്കുന്ന ആളുണ്ടാ? ആദത്തിന് അമ്മ ന്യൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നൂഡിൽസ് ഇതിനോട് ഞാൻ പറഞ്ഞേക്കുന്നേ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ. കൊച്ചിന് നൂഡിൽസ് കൊടുക്കണം. നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പറയുന്ന എനിക്ക് ചിക്കനും വേണമെന്ന്, ചിക്കൻ കൂട്ടി തിന്നണമെന്ന് നൂഡിൽസ്. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു കറി അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതാ കഴിക്കോടാ. ചിക്കൻ എന്തിനാടി അമ്മ വേറെ കറി ഉണ്ടാക്കി തരാടി. ചവിട്ടി അമ്മമ്മ കഴുകാൻ കൊണ്ടുപോയി. അബുരുമുത്ത് എന്തിയടാ? ഇതാരിന്റെ മൂളി കയറിയിരിക്കുന്ന ആള്. ഹലോ ചേട്ടൻ, ചേട്ടൻ, ചേട്ടാ, അമ്മാമേ, അമ്മാമേ, അമ്മാമേനെ വിളിക്ക്. അപ്പാപ്പാ ഉണ്ണി വീഴ ഉണ്ണി. നമ്മുടെ നൂലപ്പം സെറ്റായിട്ടുണ്ട്. സെറ്റായി. ഞാൻ മോളി വെച്ച സാധനം നിനക്ക് എങ്ങനെയാണ് കിട്ടിയ? ഞാൻ താഴ്ത്തണോ വെച്ചിട്ടുണ്ടായിരുന്നേ എന്റെ പുത്ര? നൂഡിൽസ് കാണിച്ചു അമ്മ. അത് ഫ്രണ്ടിക്ക് പൊക്കോ. നൂലപ്പവും പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടാ. തേങ്ങ ഉണ്ടായില്ലേ, തേങ്ങ പുതച്ച് ലേശം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി നൂലപ്പം കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾക്ക് അമ്മച്ചി ഇങ്ങനെയായിട്ട് ഉണ്ടാക്കി തരാറ് മുൻപ്. ക്ലാസ്സൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ ഈ സാധനം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറികളതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാറുണ്ടാ. അപ്പം ഇന്ന് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കുമെന്ന് കണ്ടറിയണം, അത് വേറെ കാര്യം. ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്താൽ എൻ്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി അലക്കാനുണ്ട്. മെയിൻ പരിപാടി ചെയ്തിട്ടില്ല. തിന്നടാ അതാ ഒരു വായ തിന്നെ. അതെടുത്ത് തിന്നേ. നോക്കട്ടെ അമ്മ നോക്കട്ടെ. തിന്നെന്താ എങ്ങനെയാന്ന് നോക്കട്ടെ. ആ എടുക്ക്. തിന്നെ ദേ എടുക്കണ്. അത് ഫുള്ള് തിന്നാലേ അതിന്റെ രസം അറിയുള്ളൂ. ഇത് തിന്നാ മധുരം ഉണ്ടാവുള്ളൂ. ആ മധുരം ഉള്ളത് തിന്നെ. ദേ എടുത്തുടാ, നൂഡിൽസിൽ എടുത്തുടാ. എങ്ങടെ കൊണ്ടോണാ? എവിടൊക്കെ എവിടൊക്കെ 2 വായ തിന്നു. പിന്നെ തുപ്പി പൂക്കളിട്ടു. ആദ്യം പിന്നെ തൊട്ടേ നോക്കിയില്ലേ. അങ്ങനെ തിന്നണ പോലെ കാണിച്ചു. ഒരു ചിക്കൻ വേണമെന്ന് പറഞ്ഞു പിന്നെ അവൻ തിന്നില്ല. ഇന്നത്തെ പണിയും വേസ്റ്റ് തന്നെ. ചേട്ടൻ കടയ്ക്ക് എന്തിനാ പോണേ? എന്നിട്ട് വാങ്ങിക്കാനെ പോണേ? സബോള, ഇഞ്ചി, പച്ചമുളക്. നിക്ക്. ആ കടയ്ക്കാന്ന് മനസ്സിലായി. നീ അല്ല അങ്ങോട്ട് പോണ്ടേ? ആ ഡേവിസ് അച്ഛന്റെ കടയ്ക്ക്, ഡേവിസ് ഏട്ടന്റെ കടയ്ക്കോ? ബൈ ബൈ. എന്നിട്ട് വാങ്ങിച്ചാതാ ഓടണ്ടല്ലോ പിന്നാലെ, മാമയുടെ പിന്നാലെ. എന്നിട്ട് വാങ്ങിച്ചേ ബിസ്ക്കറ്റ് വാങ്ങിച്ചാ? എന്നിട്ട് വാങ്ങിച്ചേ നോക്കിയാതാ ജംസാ? ജംസ് മിഠായി ആണോ കിട്ടിയേ? ഹാപ്പി ആയി അതാ? ആ തല്ലുകൂട്ടം.
അതായി അമ്മ പൊട്ടിച്ചേരാം അമ്മ പൊട്ടിച്ചേരാം. ചേട്ടനെ നീ കൂടി കാണിച്ചെടുക്കണൊക്കെ ഒരു ചെരുപ്പിട്ട് നടക്കണതേ, ഒറ്റ ചെരുപ്പ് ഇട്ടിട്ടതേ. ചേട്ടൻ അനിയൻ ഫസ്റ്റ് തന്നെ ഇട്ടു, പിന്നെ ചേട്ടന് പിന്നാലെ ഉണ്ടായിരുന്ന ചെരുപ്പ് ഊരി കളഞ്ഞു അല്ലേ. വെള്ളാണ് ചോദിക്കണവൻ. എന്നിട്ടാ നോക്കിയാത് ഇങ്ങോട്ടായോ അത് കേടായി പോവും. നമ്മ വെക്കാം ഫ്ലാസ്കിലും ഫ്ലാസ്കിന്ന് കുടിക്കണ. ഇന്നത്തെ വീഡിയോയില് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഇത് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കാണിക്കുന്ന സാധനം എന്താണെന്ന് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇപ്പൊ കാണുമ്പോൾ തന്നെ കമന്റ് ചെയ്യണം. ഇത് കഴിയുമ്പോൾ ഞാൻ പറയും, കാണുമ്പോൾ തന്നെ അടിയിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ കാണിച്ചു തരട്ടോ. ഇതെന്താന്നറിയോ? ഇതാർക്കെങ്കിലും അറിയോ ഇതെന്താന്ന്? മനസ്സിലായിട്ടുണ്ടോ ഇത് എന്താന്ന്? സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കും ഇത് കണ്ടപ്പോ എന്താന്ന് മനസ്സിലായില്ല. കാരണം ഇതെന്തോ ഒരു മഞ്ഞ പേപ്പർ, എന്തോ അറബിക്ക് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ മഞ്ഞ പേപ്പർ മാത്രം ഞാൻ ഫസ്റ്റ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഞാൻ നോക്കിയപ്പോ സ്റ്റെജി ബാബു എന്നെ പേര് കാണുന്നുണ്ട്, ആദം ജോൺ ഡേവിഷ് എന്ന് കാണുന്നുണ്ട്, അബ്രാം ലൂക്ക എന്നും കാണുന്നുണ്ട്. ദേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ദേ ഇവിടെ കണ്ട, ഇവിടെ എഴുതിക്കണണ്ട സ്റ്റെജി ബാബു, ആദം ജോൺ, അബ്രാം ലൂക്ക. ഇതെന്നെ മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ ഞാൻ പിന്നീട് ഇത് ഞാൻ മനസ്സിലാക്കിയത്, ഇത്ര സാധനങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത്. പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താന്നുള്ളത്. മനസ്സിലായോ? ഇല്ലല്ലേ? ഇതാണ് നമുക്ക് പോവാനുള്ള വിസ വന്നു മക്കളെ. വിസ വന്നോ, കിട്ടി കിട്ടി കിട്ടി. ഞാൻ പോവാൻ പറ്റുമോന്ന് വിചാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മള് പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി, ഫോട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ കാടുച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വിസയ്ക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താവും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അറിയാണ്ട് നമ്മൾ വെറുതെ അല്ല അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ വിസ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വിസ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇത് PDF സ്കാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഫോട്ടോ എടുത്തേക്കണ്ട, അത് സോറി, PDF സ്കാൻ ചെയ്ത് അയച്ചത് അതിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ് കേട്ടോ ഇത്. ഞങ്ങള് കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാണ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് പോവാൻ പറ്റുന്നില്ല. അതായത് ഇതിപ്പോ വിസ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. വിസ ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തിനാണ് മാരേജ് സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമുക്ക് സൗദി അറ്റസ്റ്റേഷൻ ചെയ്യണം. അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞിട്ട് മെഡിക്കൽ ചെയ്യണം, VFS ചെയ്യണം. VFS ഒക്കെ കഴിഞ്ഞ് പിന്നെ പാസ്പോർട്ട് സ്റ്റാമ്പിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിപ്പോ കിട്ടിയത് വെച്ച് നാളെ ഒന്നും ഞാൻ പോവില്ല. ഇതിന് ഇനിയും സമയവും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോവുള്ളൂ. എന്തായാലും ഇതിപ്പോ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ ആ സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നി. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഇനി പോവാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല, ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഇത് കിട്ടിയതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. എന്നാലും ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. ദൈവം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. അപ്പൊ ഇത് കിട്ടിയതില് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിട്ടാ. ഇപ്പൊ സൗദിയിൽ നിന്ന് പോന്നിട്ട് അബ്രൂന് 5 മാസം ഗർഭിണിയായിരിക്കുമ്പോ സമയത്താണ് ഞാൻ അവിടെ നിന്ന് പോർന്നത്. ഇപ്പൊ അബ്രൂന് 1.25 വയസ്സ്, അത്ര സമയമായിട്ടാ. ഇനിയിപ്പോ ഇത്രത്തിലേക്ക് എത്തി നിൽക്കണുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ആകെ ഉള്ളൊരു പേടി, ഇവിടെ ആദംകുട്ടനൊക്കെ കൂട്ടിന്ന് അയച്ചിക്ക് നമ്മളിപ്പോ ഇങ്ങനെ പറയാ പറത്തി വിട്ടേക്കാണ്. ഇവരെ ഒരു കൂട്ടിൽ അടച്ചിട്ട് റൂമിൽ ഇരുത്താന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. ഇപ്പം കൈമാറി പിടിക്കാനാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോ ഞാൻ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പേടികളുണ്ട്. പക്ഷെ എല്ലാം നടക്കും. എനിക്ക് അതന്നെയാണ് അത്ര ഇതുള്ളൂ കേട്ടാ. നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. പിന്നെ ബാക്കി കാര്യങ്ങൾ ദൈവം സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആള് കാണാണ്ടിരിക്കില്ലല്ലോ, നമ്മളെ സഹായിക്കാണ്ടിരിക്കില്ല. ഞാൻ അതായിട്ട് വിചാരിക്കണേ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും അങ്ങോട്ട് വിചാരിച്ച് അങ്ങോട്ട് പോവുക തന്നെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.